എൻ്റെ പേര് നീതു. ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് വരുന്നത്. ഞാനൊരു ഹിന്ദി അധ്യാപികയാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2023 മെയ് 5-നാണ്. കൃപാസനത്തെപ്പറ്റി ഞാൻ അറിയാനിടയായത് എൻ്റെ ഒരു ബന്ധു വഴിയാണ്. ആ ചേച്ചിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ മാതാവ് നൽകി. അപ്പം എനിക്കും തോന്നി അമ്മ മാതാവ് എന്നെയും അനുഗ്രഹിക്കുമെന്ന്. ഞാൻ അങ്ങനെ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു. എൻ്റെ ഉടമ്പടിയിലെ ആദ്യത്തെ നിയോഗം എന്ന് പറയുന്നത് എനിക്കൊരു സർക്കാർ ജോലി കിട്ടുക എന്നതാണ്. അതിനുവേണ്ടി ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്, പ്രതീക്ഷിച്ചിട്ടുണ്ട്. അതെനിക്ക് കിട്ടുമെന്നത് എൻ്റെ സ്വപ്നമായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം ഞാൻ അപ്പോൾ ഒരു കോളേജിൽ വർക്ക് ചെയ്യുകയായിരുന്നു. അതിനുവേണ്ടി ഞാൻ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. അപ്പോഴും ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നത്, അമ്മേ, ഈ കോളേജിൽ നിന്ന് ഇറക്കുമ്പോൾ എന്നെ ഒരു ഗവൺമെൻറ് സർവീസിലോട്ടായിരിക്കണം അമ്മ എത്തിക്കേണ്ടതെന്ന്. പക്ഷെ അന്ന് ഉടമ്പടിയിലെ കാര്യങ്ങൾ എനിക്ക് കൃത്യമായി പാലിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതെൻ്റെ ഒരു തെറ്റായിരുന്നു. പക്ഷേ അമ്മ എന്നെ പകുതി രീതിയിൽ അനുഗ്രഹിച്ചു. അമ്മ എനിക്ക് ഡെയിലി വേജായിട്ട് ഗവൺമെൻറ് സർവീസിൽ എനിക്ക് ജോലി തന്നു. ഞാനങ്ങനെ ഒരു വർഷക്കാലം ഡെയിലി വേജായിട്ട് ഹിന്ദി ടീച്ചറായിട്ട് സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നത് എനിക്ക് സ്ഥിരമായി ഒരു ഗവൺമെൻറ് ജോലി കിട്ടുക എന്നതാണ്. അങ്ങനെ എൻ്റെ ഉടമ്പടിയൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ വിചാരിച്ചു രണ്ടാമത് ഞാൻ ഒന്നുകൂടി വന്ന് ഉടമ്പടി എടുക്കാമെന്ന്, ഉടമ്പടി പുതുക്കാനായിട്ട്. അതിനു മുൻപ് എൻ്റെ ഒരു ഫ്രണ്ട് മുഖേന എന്നോട് പറഞ്ഞു, എയ്ഡഡ് സ്കൂളുകളിൽ ടീച്ചേഴ്സിനെ എടുക്കും, ഗവൺമെൻറ് ജോലിയാണ്, ഒന്ന് ശ്രമിച്ചു നോക്കൂ നീ എന്ന് പറഞ്ഞു. അപ്പോഴും എനിക്ക് പ്രതീക്ഷയില്ല. കാരണം ലക്ഷങ്ങൾ മുടക്കിയാണ് എയ്ഡഡ് സ്കൂളുകളിൽ കയറേണ്ടത്. ഒരു പ്രതീക്ഷയുമില്ല. ലക്ഷങ്ങൾ കൊടുക്കാനൊന്നും എൻ്റെ കയ്യിലില്ല. ഞങ്ങൾ 3 പെൺപിള്ളേരാണ്. അച്ഛൻ ഓട്ടോ ഓടിക്കുകയാണ്. എന്നെ കല്യാണം കഴിച്ചിട്ടുണ്ട്. 2 മക്കളുണ്ട്. ഹസ്ബൻഡ് ഹോട്ടലിൽ വർക്ക് ചെയ്യാണ്. ഒരു രീതിയിലും പൈസ മുടക്കി കയറാൻ എനിക്ക് പറ്റത്തില്ലായിരുന്നു. ഒരു പ്രതീക്ഷയുമില്ലാതെ ഞാനങ്ങനെ എൻ്റെ ബയോഡേറ്റ എല്ലാം വെച്ച് അച്ഛനെ പോയി കണ്ടു. എയ്ഡഡ് സ്കൂളിലെ മാനേജറെ കൊണ്ട് കൊടുത്തു. ഞാനപ്പം പ്രതീക്ഷയില്ലാതാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. കാരണം എനിക്ക് കിട്ടത്തില്ല. അങ്ങനെ ഞാൻ വീണ്ടും ആ സ്കൂളിൽ ഡെയിലി വേജായി വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഉടമ്പടി പുതുക്കാനായിട്ട് മാർച്ച് 30, 2026 ഇവിടെ എത്തി ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ വിചാരിച്ച ആദ്യ കാര്യം എന്നത് എനിക്ക് അമ്മ മാതാവിനെ ഒന്ന് കയ്യിലെടുക്കണം. എൻ്റെ നിയോഗം അമ്മ മാതാവിൻ്റെ കാൽക്കീഴിൽ എനിക്ക് വെച്ച് പ്രാർത്ഥിക്കണം. പക്ഷെ അതും കിട്ടുമെന്ന് എനിക്കൊരു പ്രതീക്ഷയുമില്ലായിരുന്നു. പക്ഷെ അന്ന് എനിക്ക് അമ്മ മാതാവിനെ കിട്ടി. അന്ന് ഞാൻ വിചാരിച്ചു അമ്മ മാതാവ് എന്നിൽ അനുഗ്രഹം ചൊരിയാൻ തുടങ്ങിയെന്ന്. അങ്ങനെ ഞാൻ ഉടമ്പടി നല്ല രീതിയിൽ കൊണ്ടുപോയി പ്രേക്ഷിത പ്രവർത്തനങ്ങൾ നടത്തി. എല്ലാ രീതിയിലും എൻ്റെ അമ്മ മാതാവിനെ ഒപ്പം കൂട്ടിയാണ് ഞാൻ നടന്നിരുന്നത്. ഒരുപാട് സമയം ഞാൻ പ്രാർത്ഥിച്ചു. എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു. അങ്ങനെ ആ വർഷം കഴിഞ്ഞു. ജൂണ് അടുത്ത അധ്യയന വർഷം തുടങ്ങാൻ പോവുകയാണ്. എനിക്ക് ആ സ്കൂളിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു. അപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചു, അമ്മ മാതാവേ, ഇവിടുന്ന് ഇറങ്ങുമ്പോൾ എനിക്കൊരു ഗവൺമെൻറ് സർവീസിൽ കയറണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നല്ലോ. അമ്മ മാതാവ് അതെനിക്ക് തന്നില്ലല്ലോ. അപ്പോഴും എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ പറയുന്നത്, ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ഞാനത് നിനക്ക് തരും. അപ്പോൾ ഞാനൊരു സാക്ഷ്യം കേട്ടപ്പോൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ അറിഞ്ഞിരുന്നു. അങ്ങനെ ഞാൻ ജൂൺ 7 അമ്മ മാതാവ് 2024 ഡിസംബർ 7 അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ടത്. 2004 ഡിസംബർ 7 അമ്മ മാതാവ് അൾത്താരയിൽ പ്രത്യക്ഷപ്പെട്ടത്. അപ്പം ജൂൺ 7 എന്ന ഒരു ഡേറ്റാണ് എൻ്റെ മനസ്സിൽ വന്നത്. അപ്പം ഞാൻ വിചാരിച്ചു അധ്യയന വർഷം തുടങ്ങുന്നത് ജൂണിലാണ്. അപ്പം ജൂൺ 7 എന്നൊരു ഡേറ്റ് ഇട്ട് ഞാൻ പ്രാർത്ഥിക്കാമെന്ന്. പക്ഷേ പിന്നാണ് ഞാൻ അത് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് ജൂൺ 7 എന്നതൊരു സൺഡേ ആണ് എന്ന്. അപ്പോൾ എൻ്റെ പ്രതീക്ഷകളൊട്ടും പോയില്ല. ഞാൻ അതുപോലെ തന്നെ പ്രാർത്ഥിച്ചു. 7 എന്നൊരു ഡേറ്റ് എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ടായിരുന്നു. ഞാനങ്ങനെ പ്രാർത്ഥിച്ചു. മെയ് 31 എവിടെ നിന്നും കോളും ഒന്നും വരുന്നില്ല. ഭയങ്കര വിഷമമായിരുന്നു. പക്ഷെ ഞാൻ പ്രാർത്ഥന മുടക്കിയില്ല. സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടേയിരുന്നു.
അമ്മയുടെ രാവിലത്തെ അച്ഛൻ്റെ പ്രാർത്ഥന ഞാൻ വാട്സപ്പ് സ്റ്റാറ്റസ് ഒക്കെ ആക്കി ചെയ്തു. അപ്പോഴും ഞാൻ മുറുകെ പിടിച്ചിരുന്നു, എനിക്ക് കിട്ടും, എനിക്ക് ജൂൺ 7 എന്നൊരു ഡേറ്റ് ഉണ്ടെങ്കിൽ എനിക്കത് കിട്ടും എന്നതാണ്. അപ്പോഴും ജൂൺ 7 ഒരു സൺഡേ ആണ്. അങ്ങനെ പിറ്റേ ദിവസം ഞാൻ ആദ്യം വർക്ക് ചെയ്ത സ്കൂളിൽ ഒരു ഇൻ്റർവ്യൂ വിളിച്ചു. അപ്പം ഞാൻ വീണ്ടും വിചാരിച്ചു അവിടെ തന്നെ ഇൻ്റർവ്യൂവിന് പോകാമെന്ന്. ആ ഇൻ്റർവ്യൂ വിളിച്ചത് ജൂൺ 3-ാം തീയതിയാണ്. ഞാൻ 3-ാം തീയതി അവിടെ ചെല്ലുകയും അമ്മയുടെ ഉപ്പ് ആരും കാണാത്ത, ആരും ചവിട്ടാത്ത സ്ഥലത്ത് ഞാൻ പ്രാർത്ഥിച്ചു ഇട്ടു. ഞാൻ ആ ഇൻ്റർവ്യൂ പാസ്സായി. ഞാൻ ആ ഇൻ്റർവ്യൂവിന് ഇറങ്ങി വന്നപ്പോഴത്തേക്കും എന്നെ അച്ഛൻ വിളിക്കുകയാണ്, നീതു അല്ലേ? ഞാൻ പറഞ്ഞ അതേ അച്ഛൻ, കാരണം എനിക്ക് ഫാദറിന് ഞാൻ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. എത്രയും ജോലിയായോ? ഞാൻ പറഞ്ഞു ഇല്ല അച്ഛാ, എത്രയും പെട്ടെന്ന് ഇവിടം വരെ ഒന്ന് വരണം. ഞാൻ പറഞ്ഞു ശരി അച്ഛാന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല, എൻ്റെ സർട്ടിഫിക്കറ്റും എല്ലാം എടുത്തുകൊണ്ട് ഞാൻ അച്ഛൻ്റെ അടുത്ത് പോയി. അവിടെ ചെന്നിട്ട് എനിക്ക് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. പക്ഷേ ഇൻ്റർവ്യൂവിനാണ് ഞാൻ പോകുന്നതെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. പക്ഷേ എപ്പോഴും എൻ്റെ കൂടെ കാശുരൂപവും ഉപ്പും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ ആ സ്ഥാപനത്തിൽ ഞാൻ ചെല്ലുമ്പോൾ തന്നെ ആരും കാണാതെ ചവിട്ടാതെയും സ്ഥലത്ത് ഞാൻ ഉപ്പിടുമായിരുന്നു. എൻ്റെ ഷോളിൽ ഞാൻ കാശുരൂപം പിൻ ചെയ്ത് വെക്കുമായിരുന്നു. ഞാൻ അതേൽ ഇങ്ങനെ തൊട്ടുകൊണ്ടാണ് അച്ഛൻ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്കും ഞാൻ ഉത്തരം പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ പിറ്റേ അച്ഛൻ പറഞ്ഞു, കുട്ടിയെ എടുക്കുകയാണ്, പക്ഷേ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഈ സ്കൂളിനെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നു, അതിനെല്ലാം വളരെ നല്ല രീതിയിൽ ഞാൻ എൻ്റെ അമ്മയുടെ അനുഗ്രഹത്താൽ പെർഫോം ചെയ്തു. അങ്ങനെ ജൂൺ 4-ാം തീയതി എന്നെ ആ സ്കൂളിലോട്ട് വിട്ടു. അപ്പം ഞാൻ വിചാരിച്ചു അമ്മേ ജൂൺ 7 ഞാൻ പറഞ്ഞത്, പക്ഷെ ഞാൻ കണക്ട് ചെയ്ത് നോക്കി, ജൂൺ 3 അച്ഛൻ വിളിക്കുന്നു, ജൂൺ 4 എന്നെ സ്കൂളിലോട്ട് അയക്കുന്നു. അപ്പം ഞാൻ കാൽക്കുലേറ്റ് ചെയ്തപ്പം 4, 3, 7 എന്നൊരു ഡേറ്റ് അവിടെ കിട്ടി. എനിക്ക് വിശ്വസിക്കാനേ പറ്റിയില്ല. അതിനുശേഷം ഞാൻ സ്കൂളിൽ ചെന്നു. അവിടെ പ്രോസസ്സിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് എൻ്റെ അപ്പോയിൻമെൻറ്റ് ഓർഡർ തന്നു. ജൂൺ 7 ഇന്ന് അമ്മയുടെ സാക്ഷിയായി എന്നെ ഇവിടെ എത്തിച്ചു. അത് എനിക്ക് വലിയൊരു അനുഗ്രഹമാണ് അമ്മ തന്നത്. അവിടെ ഉള്ളവരും പറഞ്ഞു, എങ്ങനെയാണ് അവിടെ ജോലി ചെയ്യുന്ന ടീച്ചേഴ്സ്, ബാക്കിയുള്ളവരെല്ലാവരും എന്നോട് ചോദിച്ചു, സഭയ്ക്ക് മാത്രമേ, സഭയിലുള്ളവർക്ക് മാത്രമേ ഇവിടെ ജോലി കൊടുക്കുകയുള്ളൂ, ഒരു ഹിന്ദുവായ നീ എങ്ങനെ ഇവിടെ എത്തി? അപ്പോഴും എനിക്ക് മറുപടി ഇല്ല പറയാൻ. കാരണം എൻ്റെ അമ്മ മാതാവാണ് ഇന്നൊരു ഗവൺമെൻറ് ജോലി തന്ന് എന്നെ അനുഗ്രഹിച്ചത്. ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായി ചെയ്തത് പത്രങ്ങൾ വാങ്ങിച്ച് ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ കൊണ്ടു കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തനങ്ങൾ ഞാൻ ചോറും പൊതി കൊണ്ടു കൊടുക്കാറുണ്ട്. പിന്നെ ആത്മീയ ജീവിതം ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അമ്മയെ കൈവിടാതെ എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ ഫോണിൽ ഞാൻ അമ്മയുടെ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് പ്രാർത്ഥനകളും എല്ലാം വെച്ചിട്ട് ഞാൻ എനിക്ക് എന്തെങ്കിലും മനസ്സിനൊരു വിഷമം വന്നാൽ ഉടനെ ഞാൻ ഫോൺ ഓണാക്കിയിട്ട് ഞാൻ അമ്മയെ പെട്ടെന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ബൈബിള് അരമണിക്കൂർ വായിക്കുമായിരുന്നു, എന്നും വായിക്കുമായിരുന്നു, മുടങ്ങാതെ വായിക്കുമായിരുന്നു. ഡെയിലി ബ്രെഡ് ഞാൻ കൂടുമായിരുന്നു അച്ഛൻ്റെ. അതുപോലെ തന്നെ ഞാൻ ഇവിടെ വന്ന സമയത്ത് അച്ഛൻ്റെ ധ്യാനം ഞാൻ ഓൺലൈനായിട്ട് കൂടുമായിരുന്നു. ഞാൻ ഇവിടെ വന്ന സമയത്ത് എനിക്ക് അച്ഛനെ ഒന്ന് കണ്ട് എൻ്റെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറയണം, എനിക്കൊരു ജോലി ശരിയാക്കി തരണമെന്ന് അമ്മ മാതാവിനോട് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇവിടെ വന്നു. പക്ഷേ അന്ന് എൻ്റെ കയ്യിൽ സർട്ടിഫിക്കറ്റുകളൊന്നും ഇല്ലായിരുന്നു. എനിക്കറിയത്തില്ലായിരുന്നു സർട്ടിഫിക്കറ്റുമായിട്ട് വന്നെങ്കിൽ മാത്രമേ നമുക്ക് അച്ഛനെ കയറി കണ്ട് പ്രാർത്ഥിക്കാൻ പറ്റൂന്ന്. എൻ്റെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ല. അപ്പം ഞാൻ ഇവിടെ വന്ന് ഒരുപാട് വിഷമിച്ചു. അമ്മയെ ഞാൻ എന്ത് ചെയ്യും? അപ്പോഴും അമ്മ എന്നോട് മനസ്സിൽ പറയുന്നത്, നീ വിഷമിക്കേണ്ട, നിനക്ക് ഇന്ന് തന്നെ അച്ഛനെ കാണാൻ പറ്റും എന്നാണ്. അപ്പം ഞാൻ പെട്ടെന്ന് വീട്ടിലോട്ട് ഫോൺ ചെയ്തു. എനിക്ക് ചങ്ങനാശ്ശേരിയാണ്, പോയിട്ട് എടുത്ത് വരുമ്പോഴത്തേക്കും സമയം പോവും. ഞാൻ വീട്ടിലോട്ട് ഫോൺ ചെയ്തു. എൻ്റെ മോളെ അതിന് 2 ദിവസം മുൻപ് ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റുകളൊക്കെ കാണിച്ചിട്ടുണ്ട്, മോളെ ഇതാണ് എൻ്റെ സർട്ടിഫിക്കറ്റുകൾ എന്ന്. അങ്ങനെ അവൾക്കത് അറിയാമായിരുന്നു. അവൾ പെട്ടെന്ന് പറഞ്ഞു, അമ്മേ ഞാൻ ഇത് എടുത്തു തരാം. ഞാൻ പിന്നെ പെട്ടെന്നൊരു കമ്പ്യൂട്ടർ സെൻറ്ററിൽ വിളിച്ച് ആ കുട്ടിയോട് പറഞ്ഞു, ഇതൊന്ന് എത്രയും പെട്ടെന്ന് PDF ആക്കി എൻ്റെ ഫോണിൽ ഇട്ട് തരുമോ? എന്തുകൊണ്ടോ അവർക്കന്ന് തിരക്ക് കുറവായിരുന്നു. അവരത് അത്രയും പെട്ടെന്ന് PDF ആക്കി ഫോണിൽ ഇട്ട് തന്നു. ഞാൻ ഇവിടെ വാതുക്കയിൽ ചെന്നിട്ട് അതിൻ്റെ ഫോട്ടോസ്റ്റാറ്റുകൾ എടുത്തു. അപ്പം പെട്ടെന്ന് തന്നെ എനിക്കിവിടെ അച്ഛനെ കാണാൻ പറ്റി. ഞാൻ അച്ഛനോട് കരഞ്ഞു പറഞ്ഞു, അച്ഛാ ഇതാണ് എൻ്റെ വിഷമം, എനിക്കൊരു സർക്കാർ ജോലി തരണം എന്ന്. അച്ഛൻ്റെ കയ്യിൽ ഒരു ബയോഡേറ്റ കൊടുത്തിട്ടുണ്ട്. അധ്യയന വർഷം തുടങ്ങുമ്പോൾ എനിക്ക് ആ ജോലി അച്ഛൻ വാങ്ങിച്ചു തരണം, അമ്മ മാതാവിനോട് പറഞ്ഞ് എനിക്ക് ആ ജോലി വാങ്ങിച്ചു തരണമെന്ന് പറഞ്ഞു. അപ്പോൾ ജോസഫ് അച്ഛൻ എന്നോട് പറഞ്ഞു, ഒരേ ഒരു കാര്യമുള്ളൂ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാകാം എന്ന്, സാക്ഷിയാക്കണം എന്നെ എന്ന് പ്രാർത്ഥിച്ചു പോയിക്കോളൂ എന്ന് പറഞ്ഞു. ഞാൻ അന്നു മുതൽ
എൻ്റെ പ്രാർത്ഥനയോടൊപ്പം പറയുന്ന ഒരു വാക്കാണ്, അമ്മ മാതാവേ, അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ മാറ്റണേ എന്ന്. അമ്മ മാതാവിന് എല്ലാത്തിനും നന്ദി. എനിക്ക് നന്ദി പറയാനല്ല, എനിക്ക് അതിൽ കൂടുതൽ എനിക്ക് പറയാൻ പറ്റുന്നില്ല, എനിക്ക് വാക്കുകളില്ല. കാരണം ഞാൻ ഏറെ ആഗ്രഹിച്ച ഒരു ജോലിയാണിത്. ഇത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഇതെൻ്റെ കഴിവല്ല, എൻ്റെ അമ്മയുടെ കൃപ മാത്രമാണ്. പച്ചയായ പുൽത്തകിടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമം അരുളുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. സങ്കീർത്തനം 23 2-ാം വചനമാണ്. നല്ലിടയൻ തൻ്റെ ആടുകളെ പച്ചപ്പുള്ള സ്ഥലത്തേക്ക്, ജലാശയത്തിലേക്ക് നയിക്കുന്നത് പോലെയാണ് ഉടമ്പടി മക്കളെ ദൈവം പച്ചപ്പുള്ള ആ ജലാശയത്തിലേക്ക് നയിക്കുന്നത്. ഓരോ മക്കളുടെയും സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ ഈശോയുടെയും അമ്മയുടെയും കൃപ നിറഞ്ഞ അനുഗ്രഹങ്ങളുടെ വലിയ സാക്ഷ്യങ്ങളാണ്. കാരുണ്യ പ്രവൃത്തികൾ, ആത്മീയ ജീവിതമൊക്കെ പറ്റാവുന്ന രീതിയിൽ അക്രൈസ്തവയായി മകള് ദൈവത്തെ ഈശോയുടെ അമ്മയോട് ചേർന്ന് നിന്ന് തന്നെയാണ് ഉടമ്പടി ജീവിതം നയിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ എല്ലാ ആശങ്കകളും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. പച്ചപ്പുള്ള മേച്ചിൽ പുറങ്ങളിലേക്ക് നമ്മയെയും കൈപിടിച്ച് നയിക്കട്ടെ എന്ന് പരിശുദ്ധമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിൽ നമ്മുടെ എല്ലാ പ്രതീക്ഷകളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും എല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. നീതും മുരളിക്കും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.